ഒടുവിൽ ആശാരി ഉപദേശിയുടെ മകൻ രാജൻ വിക്ടർ ആ സത്യവും തുറന്നു പറഞ്ഞു. ഈ ദുഷ്ട ആത്മാവിൽ ഞാൻ ഇത്രയും വർഷം പ്രസംഗിച്ച് നടന്നിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എന്നെ പിടിച്ചില്ലല്ലോ, ആരും എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ. എന്തൊരു കഷ്ടമാണിത്. സത്യത്തിന്റെ ആത്മാവ് അപ്പൊ എത്ര പേരുടെ മേലുണ്ട്? കേരളത്തിൽ എന്തുമാത്രം സഭകളിൽ എവിടെയെല്ലാം ഞാൻ പോയി, ബാംഗ്ലൂർ എവിടെയൊക്കെ സംസ്ഥാനമുണ്ട് അവിടെയെല്ലാം ഞാൻ പ്രസംഗിച്ചതല്ലേ. എത്ര സഭകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അംഗബലമുള്ള വലിയ സഭകൾ പോയി പ്രസംഗിച്ചിട്ട് അവരെല്ലാവരും എന്റെ പ്രസംഗം കേട്ട് വാചാലരായി ഇങ്ങനെ ഇളകി കുറെ പൈസ തന്നതല്ലാതെ ഇവന്റെ മേൽ വ്യാപരിക്കുന്നത് പോസ്റ്റിന്റെ ആത്മാവാണെന്ന് ആരും എന്നെ വിവരിച്ചില്ല. ഞാൻ പ്രിയമുള്ളവരെ 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സഹോദരി നിങ്ങളുടെ ബാഗിൽ രണ്ടാമത്തെ അടയിരിക്കുന്ന ആ കുപ്പി ഞാൻ എടുക്കാൻ പറയും. വിഷക്കുപ്പിയുമായിട്ട് വന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. വടക്കുന്നൊക്കെ കൗൺസിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നതാണ്. എന്റെ പേരെ കുറിച്ച് കേട്ടിട്ട്, പ്രവാചകനെന്ന് കേട്ടിട്ട് വടക്കുന്നൊക്കെ ഒരുപാട് പേര് കോട്ടയം അവിടെ നിന്നൊക്കെ ആൾക്കാരോട് വരാറുണ്ടായിരുന്നു പണ്ട്. സ്തോത്രം. വിഷക്കുപ്പി വരെ ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അവരോർക്കുന്ന സത്യത്തിന്റെ ആത്മാവെന്ന് അവർ ഓർക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്കറിയാം അത് വഞ്ചനയുടെ ആത്മാവ്. വളരെ ശക്തനായ ഒരു ദേവദാസനാണ് ആശാരി ഉപദേശി. അദ്ദേഹത്തിൻ്റെ മകൻ രാജൻ വിക്ടർ ലോകരാജ്യങ്ങൾ പോയി സുവിശേഷം പറയുന്ന ആൾ. 10 വർഷമായി തന്നെ അതുവരെ നയിച്ചത് ദുരാത്മാവായിരുന്നു, വ്യാജാത്മാവായിരുന്നു. താൻ തിരിച്ചറിഞ്ഞു. കൈവിഷം വരെയും ഛർദ്ദിപ്പിച്ച് കാണും. വിഷക്കുപ്പി വരെ ബാഗിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പ്രവചനവും പേരും കൃത്യമായി പറയും. പ്രാസം ഒപ്പിച്ച് പ്രസംഗം ശൈലികൾ അവതരിപ്പിച്ച ആൾ അനേകരെ കയ്യിലെടുത്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കി. ഇതെല്ലാം തന്നിലുണ്ടായിരുന്ന വ്യാജ ആത്മാവിൻ്റെ പരിവർത്തനങ്ങളാണെന്ന് താൻ വ്യക്തമായി തൻ്റെ വീഡിയോയിൽ തുറന്നു പറയുകയാണ്. ഞാൻ തന്നെ കുറേ വർഷം കൊണ്ട് ഇത് തൊണ്ട കീറി വിളിച്ചു പറഞ്ഞിട്ടും പലരും ശ്രദ്ധിക്കുന്നില്ല. ഒരു 2-3 വർഷം കൊണ്ട് എന്നെ ചിലർ ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്കിതുകൊണ്ട് യാതൊരു പുകഴ്ചയുമില്ല. കുറച്ചുപേരെയെങ്കിലും കണ്ണു തുറക്കട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2006 മുതൽ കുറഞ്ഞപക്ഷം ഒരു 5 വർഷമെങ്കിലും ഒരുപാട് സ്ഥലത്തിൽ പോയി. കന്യാകുമാരി മുതൽ തിരുവല്ല എന്ന് പറഞ്ഞ പെന്തക്കോസ് പേർഷ്യ വരെ പോയി. ഞാൻ ഈ അഭിഷേകത്തിൽ നിറഞ്ഞ് അനേകരെ തള്ളിയിടുകയും ഞാനും വന്ന് വീഴുകയും എൻ്റെ ചർച്ചിനകത്ത് ആത്മാവിൻ്റെ ശക്തി എന്ന് കോളിളക്കം സൃഷ്ടിച്ച് ഈ കൈ കൊണ്ട് ഒരുപാട് പേരെ തള്ളിയിടുകയും ഉരുട്ടിയിടുകയും ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തു വന്നവനായി. The Bible says the kingdom of heaven is not a matter of talking. കോവിഡിന് ഏകദേശം ഒരു 3 വർഷം മുമ്പ് പെട്ടെന്ന് സത്യം തിരിച്ചറിഞ്ഞു. ഞാനിതിനെ അങ്ങ് നിർത്തി. അവസാനം ഇതിൻ്റെ റിസൾട്ട് ഞാൻ പഠിച്ചപ്പോൾ പണം ഉണ്ടാക്കുന്ന ഒരു വ്യാജാത്മാവ്, ആഡംബര ജീവിതത്തിൽ ജനത്തെ നയിക്കുന്ന ഒരു വ്യാജാത്മാവ്, ആർഭാടത്തിലേക്ക് സുഖലോലുപരായിട്ട് ജീവിപ്പിക്കുന്ന ഒരാത്മാവ്, വ്യഭിചാരത്തിൽ പീകച്ചിരി എടുത്ത ഒരാത്മാവ്, ചൊവ്വ നേരം കുടുംബജീവിതം നയിക്കാൻ പ്രചോദനമില്ലാത്ത ഒരാത്മാവ്, ചർച്ച് പണി പ്ലസ് വീട് പണി. ഈ ആത്മാവിൻ്റെ പ്രത്യേകത അതാണ്, ചർച്ച് പ്ലാനിങ്. അപ്പോൾ ഈ ആത്മാവ് പരത്തിയ എല്ലാ ദേവദാസന്മാരെയും ഞാൻ എൻ്റെ വീഡിയോയിൽ പേര് പറഞ്ഞ് അതിശക്തമായി എതിർക്കുന്നു. ഈ വ്യാജ ആത്മാവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഞാൻ പിന്നെ ചർച്ചിൽ സത്യം പറയാൻ തുടങ്ങി, സത്യം അറിയിക്കാൻ തുടങ്ങി. സത്യം സ്വതന്ത്രമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചപ്പോൾ ഞാൻ ഇളക്കപ്പെരുപ്പത്തിലൂടെ കൊണ്ടുവന്ന വിശ്വാസികളെല്ലാം എനിക്കെതിരെ തിരിഞ്ഞു. എന്നിൽ ആത്മാവ് വിട്ടുപോയി, ഞാൻ പരിശുദ്ധാത്മാവിൽ അകന്നുപോയി എന്ന് പറഞ്ഞ് എനിക്കൊരു അപരാധങ്ങൾ പറഞ്ഞവർ വേറെ ചർച്ചകളിലേക്ക് പോയി. അവരുടെയൊക്കെ എവിടെ എത്തപ്പെട്ടു, ഒരിടവും എത്തപ്പെട്ടില്ല. ഞാൻ ആ സബ്ജക്റ്റ് അങ്ങ് വിടുകയാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ഉണർവെന്ന് പറഞ്ഞ് കുറേ കാലം ഞാനും ഇവരുടെ വാക്ക് കേട്ട് 2006 മുതൽ പലരെയും പറ്റിച്ചു. അവസാനം എനിക്ക് ഹൃദയത്തിനകത്ത് വലിയ ദുഃഖമുണ്ടായി. ഈ ആത്മാവ് പണത്തിൻ്റെ മേൽ ആർത്തിയുള്ള ഒരാത്മാവ്, ആഡംബരത്തിൽ ജീവിപ്പിക്കുന്ന ഒരാത്മാവ്, ആർഭാടങ്ങൾ സുഖഭോഗങ്ങളിലേക്കും ആളുകളെ നയിക്കുന്ന ആത്മാവ്, വ്യഭിചാരത്തിൻ്റെ പീകച്ചെരി എടുത്ത ആത്മാവ്. അതുപോലെ തന്നെ ചർച്ച് പ്ലാനിങ് ആണ് ഇതിൻ്റെ ലക്ഷ്യം, പ്ലസ് വീട് പ്ലാനിങ്.
ഇതാണ് ഈ പാസ്റ്റർമാരുടെ മെയിൻ ലക്ഷ്യം. യേശു ക്രിസ്തുവായിട്ട് ഇവന്മാർക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഇത്രയും വർഷം ഞാൻ പേര് പറഞ്ഞ എല്ലാവരെയും ചേർത്ത് ഒറ്റ പേര് പറയുന്നത് ഇവന്മാർ തന്നെയാണ് ആള്. സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് ആത്മാവിൻ്റെ മേൽ വിട്ടിവേഷം കെട്ടുന്നവരെല്ലാം സൂക്ഷിച്ചോ. നല്ലൊരു ഭാഗവും വിദേശത്തിൽ നിന്ന് കയറി വന്ന ആത്മാക്കളുടെ പ്രകടനങ്ങളാണ്. ഇത് തന്നെയാണ് ഇവന്മാർ പകർത്തിക്കൊണ്ട് ഇവിടെ വന്ന് ആപ്ലിക്കബിൾ ആക്കിയത്. സൂക്ഷിക്കുക. ഞാൻ നിങ്ങളുടെ തുറന്നു പറയട്ടെ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുതെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ ഇവന്മാരുടെ പ്രോസ്പെരിറ്റി തിയോളജിക്കെതിരാണ്. അതുകൊണ്ട് ഇവന്മാർ ക്രിസ്ത്യാനിയല്ല, യേശുവായിട്ട് ബന്ധമില്ലെന്ന് നിങ്ങൾ അറിയണം. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് യേശുവിൻ്റെ മാറോട് കിടന്ന യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഈ കള്ള അപ്പോസ്തലന്മാർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. യേശു വ്യക്തമായി പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 17:16, ഞാൻ ലൗകികനല്ലാത്തതുപോലെ എൻ്റെ ശിഷ്യന്മാരും ലൗകികന്മാരല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, സത്യസന്ധമായി ഈ വചനസത്യങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വരുമാനം നന്നായി കുറയും. എന്നെ ബാധിച്ചത് ഏറ്റവും വലിയ വിഷയം ഇതായിരുന്നു. അപ്പോൾ വരുമാനത്തെ എനിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഈ ആത്മാവിനെ ചുമന്നുകൊണ്ട് തിരിയണം. അങ്ങനെ ഒരു കോളിളക്കം സൃഷ്ടിച്ച മാനസികാവസ്ഥയിൽ നിന്ന് കോവിഡ് വ്യാപരിക്കുന്നതിന് 3 വർഷം മുമ്പ് തന്നെ ഞാൻ ഈ ആത്മാവിൻ്റെ പകർച്ചകൾ സഭയ്ക്കകത്ത് കൊടുക്കുന്നത് നിർത്തി. കാരണം തിരിച്ചറിവ് വന്നതുകൊണ്ടാണ്. അങ്ങനെ സത്യസന്ധമായിട്ട് പോകാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾക്കൊരു തൊഴിൽ നിർബന്ധമാണ്. തൊഴിലില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വളർത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് ഈ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കോവിഡ് കാലഘട്ടത്ത് ഞാൻ വളരെ പാക്ക് ചെയ്ത് ചില കാര്യങ്ങളെ പഠിച്ചു. എനിക്കൊരു തൊഴിൽ കണ്ടെത്തണം. അത് തെങ്ങ് കയറ്റം എന്ന തൊഴിൽ ഞാൻ കണ്ടെത്തി. ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ നാട്ടിലെ ചില തെങ്ങ് കയറ്റക്കാർ എന്നെ കരുക്ക് കച്ചവടത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ മനസ്സിലാവുന്ന അന്നത്തിന് മുട്ടില്ലാതെ ഞാൻ ജീവിച്ചു പോകുന്നുവെന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ദശാംശത്തിനെതിരെ പ്രസംഗിക്കുന്നു, പക്ഷേ നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്നു? അങ്ങനെ കോവിഡിന് ശേഷം ഞാൻ കണ്ടെത്തിയ ഒരു തൊഴിലാണ് തെങ്ങ് കയറ്റം. തെങ്ങ് കയറ്റത്തിലൂടെയാണ് ഞാൻ കരുക്ക് കച്ചവടത്തിലേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം ഒരു ലോൺ സെറ്റ് ചെയ്ത് ഞാൻ ഒരു ആട് ഫാമൊക്കെ ഉണ്ടായി. പിന്നെ പവർ ടൂൾസ് വാടക കൊടുക്കുന്ന ചില പരിപാടികളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ തുടങ്ങി. സത്യം തുറന്നു തുടങ്ങിയപ്പോൾ എൻ്റെ ചർച്ചിൽ പലരും എൻ്റെ മേൽ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ എൻ്റെ വയർപ്പുതുള്ളി കൊണ്ട് ഞാൻ അധ്വാനിച്ച് തീർക്കുകയും വളരെ സൂക്ഷിച്ച് ഞാൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ദശാംശത്തെക്കുറിച്ച് പറയാറില്ല, അത് വേണ്ട. വീടുകൾ തോറും ബൈബിളും കക്ഷത്തിരിക്ക് പണപ്പെരുവ് ഹവന വിസിറ്റ് അതും ഞാൻ നടത്തി. എന്തിനും മറ്റുള്ളവരെ കാശുകൊണ്ട് ഞാൻ പറ്റിച്ച് ജീവിക്കണം. ഈ ക്ഷണികമായ ജീവിതത്തിൽ വയസ്സുകാലത്ത് 10 കാര്യം തുറന്നു പറഞ്ഞിട്ട് മരിക്കാൻ നിൽക്കരുത്. നല്ല രക്തത്തുടിപ്പുള്ള കാലഘട്ടത്ത് സത്യത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് പോരാടാൻ തയ്യാറാവുക. പണം, ആഡംബരം, ആർഭാടം, വ്യഭിചാരം, ചർച്ച് പ്ലാനിങ്, ഈ ആത്മാവിനെ കേരളത്തിൽ നിന്ന് തുടച്ചറിയുവാൻ രാജൻ വിക്ടറെ പോലെ ചില വിക്ടർമാർ എഴുന്നേൽക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.